ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതും വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് കേട്ടോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് LD ക്ലർക്ക്, അതായത് LDC എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ എങ്ങനെ പോസ്റ്റിലായിട്ട് അയക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കട്ടെ. അല്ലാതെ ഡൗട്ടുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് റിപ്ലൈ തരാൻ നിർവാഹമില്ല. കാരണം അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നേരെ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ 70.9K ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടിൻ്റെ 100Kയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാം ഇന്ത്യൻ എയർഫോഴ്സ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വേക്കൻസി നോക്കേണ്ട. വേക്കൻസി വളരെ ലിമിറ്റഡ് വേക്കൻസി തന്നെ ഉള്ളൂ. പ്രത്യേകം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ദ വേക്കൻസീസ് മേ വാരി എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ വേക്കൻസി നോക്കി അപ്ലൈ ചെയ്ത് പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് സെലക്ഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ തന്നെ വിവിധ എയർ കമാൻഡുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ വേക്കൻസികളാണ്. ഇപ്പോൾ വെസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ, നിങ്ങൾക്ക് ഇവിടെ കാണാം സദേൺ വെസ്റ്റേണിലുള്ള എയർ കമാൻഡിൻ്റെ ഇവിടെ കാണാം. നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം LDC തന്നെ കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ടോട്ടൽ വേക്കൻസി 2 വേക്കൻസി. അങ്ങനെ ഈ പറയുന്ന അതത് കമാൻഡിൻ്റെ കീഴിലുള്ള വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റൽ അഡ്രസ്സാണ് കൊടുത്തത്. ഈ പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അത് നമ്മൾ വേക്കൻസി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് വേക്കൻസി കാണാം, ജനറൽ, OBC, SC, ST ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ജനറൽ വേക്കൻസി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് OBC വേക്കൻസി ഇവിടെ ഇല്ല. ഇവിടെ ജനറൽ വേക്കൻസി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വേക്കൻസി ST കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം STക്ക് ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ ജനറൽ ഒരു വേക്കൻസിയാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. OBCക്ക് SCക്ക് ഒന്നും ഇവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഈ ജനറൽ വേക്കൻസിയിലേക്ക് UR എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആണ്. അപ്പോൾ ഈ ജനറൽ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് കാറ്റഗറി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ റിസർവ്ഡ് വേക്കൻസിയിൽ വേക്കൻസി ഇല്ലയെന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ വേക്കൻസിയിൽ വേക്കൻസി ഉണ്ട്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇവിടെയൊക്കെ ജനറൽ വേക്കൻസി ഉണ്ട്. ഇത് ഗുജറാത്താണ്. അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ രാജസ്ഥാനാണ്. പിന്നെ വരുന്നത് ഗുജറാത്തിൽ ജനറൽ വേക്കൻസി ഉണ്ട്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് രാജസ്ഥാനിലെ എയർഫോഴ്സ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഇതിൽ നിങ്ങൾക്ക് SC കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി. അത് SC കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഇല്ലെങ്കിൽ അതത് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ രാജസ്ഥാനിലെ തന്നെ ഈ ഒരു വേക്കൻസി ഇതിപ്പോൾ നമുക്ക് EWS കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ ഈ പറയുന്ന EWS കാൻഡിഡേറ്റ്സിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറലൊന്നും ഇവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ജനറലിൽ വേക്കൻസി ഉള്ള ആ ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ OBC ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, SC ST ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, EWS ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏത് കാറ്റഗറിയിലവർക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കിവിടെ കാണാം ഗാന്ധിനഗർ, ഗുജറാത്ത്. ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി ജനറൽ ഉണ്ട്. പിന്നെ ഒരു വേക്കൻസി OBC ഉണ്ട്. പിന്നെ ഒരു വേക്കൻസി നമുക്ക് വരുന്നത് EWS ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 വേക്കൻസി അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 10 വേക്കൻസിയാണ് ഈ പറയുന്ന സദേൺ വെസ്റ്റേൺ എയർ കമാൻഡിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ കേട്ടോ. ഇതിനടുത്ത് വന്നിരിക്കുന്ന സദേൺ എയർ കമാൻഡിൻ്റെ നിങ്ങൾക്കിവിടെ കാണാം. തിരുവനന്തപുരമാണ്, നമ്മുടെ കേരളത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 2 വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം തിരുവനന്തപുരം 2 വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് ജനറൽ ഉണ്ട്, ഒന്ന് OBC ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേക്കൻസിയുടെ എണ്ണം നോക്കേണ്ട. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ലാസ്റ്റ് നമ്മൾ അയ്യടാന്നാകരുത്. നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കട്ടോ. പിന്നെ SC ST EWSനൊന്നും ഇവിടെ വേക്കൻസി ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈ ജനറൽ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനടുത്ത് വരുന്നത് നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ സർവീസിംഗ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ IF-ൻ്റെ അതിൽ നിങ്ങൾക്കിവിടെ കാണാം. ന്യൂഡൽഹിയാണ്. അവിടെ നമുക്ക് ഒരു വേക്കൻസിയാണ്. അത് ജനറലാണ്. ജനറൽ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏത് കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ ASTIF ബാംഗ്ലൂരാണ്. ഇതിൽ നിങ്ങൾക്കൊരു വേക്കൻസിയാണ്. അതും ജനറലാണ്. ഇവിടേക്കും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ പറയാം ഒന്ന് വിശദമായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് റീജിയണൽ എക്സാമിംഗ് ബോർഡിലേക്കാണ്. ഇതിലേക്ക് നമുക്ക് 2 വേക്കൻസി വരുന്നുണ്ട്. ഇത് ആസാമാണ്. 2 വേക്കൻസിയും ജനറലാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേക്കൻസീസ് വന്നിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഓരോ ഇതിൻ്റെ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ പറയാം. ഇനി ഏജ് ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് കാണാം. മിനിമം ഏജ് 18, മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ സെപ്റ്റംബർ ഈ പറയുന്ന 30
കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഏജ് 25 കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. മിനിമം 18 കഴിഞ്ഞിരിക്കുകയും വേണം. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ 10 മുതൽ 15 വർഷം വരെ ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ് സർവീസ്മാന് നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പേ സ്കെയിലും ആണ്. ഇതിൻ്റെ പേ ലെവൽ 2 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഓർ സയൻസ്. അപ്പോൾ +2 പഠിച്ചവർക്ക് +2 ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ കേട്ടോ. ഇനി ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. അപ്പം +2 നിങ്ങൾ പാസ്സാണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. യാതൊരുവിധ മറ്റു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അത് ഇംഗ്ലീഷിൽ നമുക്ക് 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ് കേട്ടോ. രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ്, ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഹിന്ദി ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യണം. പിന്നെ അതിൻ്റെ കീ ഡിപ്രഷൻ പെർ അവറൊക്കെ ഇതൊക്കെ നമുക്കൊരു സാധാരണ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡല്ല. അതുകൊണ്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഈ ഒരു ക്രൈറ്റീരിയ കാണിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്കിൽ ടെസ്റ്റ് നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഒരുപാട് മാർക്കൊന്നും അതിൽ വാങ്ങണ്ട. അപ്പോൾ ജസ്റ്റ് നമ്മൾ കടന്നുകൂടാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ അവരെന്ത് ചെയ്യും, റിട്ടൺ ടെസ്റ്റിനാണ് വിളിക്കുക. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റിട്ടൺ ടെസ്റ്റിന് നമ്മൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും ടെസ്റ്റിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ജനറൽ അവയർനെസ്. അത് നമ്മളൊരു +2 ലെവലിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും ഇത് ചോദിക്കുക ക്വസ്റ്റിന്. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇടാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ സൈറ്റിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. റിട്ടൺ ടെസ്റ്റിന് 100% മാർക്ക്. അപ്പോൾ നിങ്ങൾ റിട്ടൺ ടെസ്റ്റിൽ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ആ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ്, അത് ഈ പറഞ്ഞ ടൈപ്പിംഗ് ടെസ്റ്റാണ്, അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അതിന് പ്രത്യേക മാർക്ക് എന്നല്ല, ജസ്റ്റ് നമ്മളൊരു നിശ്ചിത കണ്ടീഷൻ ഉണ്ടാകും. ആ കണ്ടീഷനിലേക്ക് നമ്മളത്, അതായത് ഈ പറയുന്ന 35 വേർഡ് പെർ മിനിറ്റ് ഉള്ള സ്പീഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ അതിൽ. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന് 30 ദിവസമാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 30 ദിവസമാണ്. അപ്പോൾ നമുക്ക് വന്ന ഏകദേശം ഈ പറയുന്നത് സെപ്റ്റംബർ 29 നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കാം കേട്ടോ. സെപ്റ്റംബർ 29 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കണം. ഇനി സെപ്റ്റംബർ 29 വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്റ്റംബർ 30 അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വെച്ച് കാണുന്നവരാണെങ്കിൽ മാക്സിമം 30, 31 ഒക്കെ, 31 മാസം ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഏകദേശം വെച്ച് ധാരണ വെച്ച് പറഞ്ഞേ. അപ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ മാക്സിമം നമ്മൾ കണക്കാക്കുന്നത് ഈ പറയുന്ന സെപ്റ്റംബർ 29 ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം 29-ൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല, എങ്കിലും ചിലപ്പോൾ നമുക്ക് ആ ഒരു 30 ദിവസം എന്നല്ല ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റിലാണ്, ഓഗസ്റ്റ് 30-നാണ് നോട്ടിഫിക്കേഷൻ, അതായത് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കി വെക്കുമ്പോൾ നമുക്ക് ഏകദേശം സെപ്റ്റംബർ 29 നമ്മൾ റൗണ്ട് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 29 29 നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ 30-31 പോയാൽ മതി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു അപേക്ഷാ ഫോം ഉണ്ടാവും. അപേക്ഷാ ഫോം ഞാൻ കാണിക്കുക. ഇതാണ് അപേക്ഷാ ഫോം. ഓക്കെ, ഇത് നമ്മൾ ഇതുപോലെ ഇവരെ നമുക്ക് അപേക്ഷ ഫോം തന്നിട്ടില്ല. ഇതേപോലെ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയാണതാ. ഇതേ സെയിം ഇത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കണം. ഇതേ സെയിം ഫോർമാറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഒരു അപേക്ഷ ഫോം നമ്മൾ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാനൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങളെ പ്ലേസ് ഡേറ്റ് ചെയ്താൽ, സിഗ്നേച്ചർ ഇവിടെ ചെയ്താൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഫീസ് യൂസ് ആണ് കേട്ടോ. ഇവിടെ നമ്മളൊന്നും എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം റിസീവ്ഡ് ഓൺ, ആക്സെപ്റ്റഡ്, ഇങ്ങനെയുള്ള ഭാഗമൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. ജസ്റ്റ് എൻ്റെ പേൻ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ ഒന്നും നമ്മൾ എഴുതാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് ബ്ലാങ്ക് ആക്കിയിട്ട് തന്നെ വിടണം. പിന്നെ രണ്ടാമത്തെ പേജിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് കാർഡാണ്. ഇത് നമുക്ക് എന്താണ് ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് ആ പേര് ഇവിടെ എഴുതി കൊടുക്കാം, നെയിം എഴുതി കൊടുക്കാം, ഫാദറിൻ്റെ പേര് ഇവിടെ എഴുതി കൊടുക്കാം. പിന്നെ നമ്മുടെ അഡ്രസ്സും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവിടെ എഴുതി കൊടുക്കാം നമ്മൾ. ഓക്കെ,
നമ്മൾ ഇവിടെ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെയായിരിക്കും. അതാ 6 ഇവിടുത്തെ ഈ ഒരു സീരിയൽ നമ്പർ കൊടുത്തില്ല അഡ്രസ്സ്, ഇവിടെ കൊടുത്ത അഡ്രസ്സ് തന്നെ ആയിരിക്കണം കേട്ടോ ഇവിടെയും കൊടുക്കേണ്ടത്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഇൻഡെക്സ് നമ്പറോ അല്ലെങ്കിൽ ഈ പറയുന്ന വെന്യൂ റിട്ടേൺ ടെസ്റ്റ് ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ ഓഫീസ് യൂസ് ആണ്. നമ്മൾ ഇവിടെ ബേസിക് ആയിട്ടൊന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്നും സൈൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ പ്ലേസും ഡേറ്റും സൈൻ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നല്ല നീറ്റായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അതത് നിങ്ങൾ ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് അപ്ലൈ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോന്നിൻ്റെയും പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതാണ് ഫുൾ അഡ്രസ്സ് കേട്ടോ. ഈ ഓരോന്നിൻ്റെയും അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് എഴുതി വയ്ക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരമാണ് കൊടുക്കുന്നതായിരിക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡ് യൂണിറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് തിരുവനന്തപുരം പിൻകോഡ് സൈതറുണ്ട്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണോ താല്പര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ എക്സാം ഒരേ സമയത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒന്നിലധികം കൊടുക്കുന്നതിൽ വിരോധമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ എക്സാം ഒരേ സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് പിന്നെ എന്താണ് ഈ പറയുന്ന ആവാനാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത്. ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ ക്യാഷ് ഈ പറയുന്ന പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിലും അതിനൊരു ക്യാഷ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ നല്ല നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഈ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റൽ കവറിലാക്കിയിട്ട് വെക്കണം. ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. ദെൻ അങ്ങനെയുള്ള SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ അയക്കണം കേട്ടോ. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഇതിൽ പറയുന്നുണ്ട്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊടുത്തായിട്ട് അയച്ചു കൊടുത്താൽ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എവിടെ താമസിക്കുന്ന വെച്ചാൽ നമ്മൾ അത് ഇവിടെ കേരള ആണെങ്കിൽ കേരള കൊടുക്കുന്നിട്ട് കേരളത്തിൽ താമസിക്കുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ എന്നൊക്കെ കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടേക്കാം. കാരണം തിരുവനന്തപുരത്തേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്കത് സഹായകമാകും ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ID കാർഡ്, അത് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID ഏതെങ്കിലും അതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ, ഒരുപാട് ഇതായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എല്ലാം നമ്മൾ എന്താണെന്ന് വെച്ചാൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതോ നിങ്ങൾ എന്തെങ്കിലും ഈ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പറയുന്ന ഏതെങ്കിലും എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തിരുവനന്തപുരമാണ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോം ഫില്ല് ചെയ്യണം. ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിക്കട്ടെ, വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കാണിക്കാം. ഓക്കെ, ലാസ്റ്റാണ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയും ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൻവലപ്പ്, നമ്മളൊരു പോസ്റ്റൽ കവർ വാങ്ങിയിട്ട് ആ കവറിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളെയും തെളിയിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ വെക്കണം. അതിൻ്റെ കൂടെ നമ്മളൊരു കാര്യം പാടെ വേണം, സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വിത്ത് സ്റ്റാമ്പ് RS, നിങ്ങൾക്ക് കാണാം 10 രൂപയുടെ സ്റ്റാമ്പ് പതിച്ചിട്ടുള്ള ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു എൻവലപ്പ് ഉണ്ട്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു കവർ ഉണ്ടല്ലോ, ആ കവറിലിട്ടിട്ടാണല്ലോ അയച്ചു കൊടുക്കാം. അതിൽ നമ്മുടെ അഡ്രസ്സ് ചെയ്തും ഫ്രം ടു അവരുടെ അഡ്രസ്സ് ചെയ്തും ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 2 എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇതാണ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഈ പറയുന്ന, ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഇന്ത്യൻ എയർഫോഴ്സ് തിരുവനന്തപുരം പിൻകോഡ് സഹിതം. ഇതാണ് 2 എന്നുള്ളത് ഞാൻ കൊടുക്കേണ്ടത്. അങ്ങനെ ഇട്ട് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ, ഓക്കെ ഡിലീറ്റ് ആക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും നമ്മുടെ ആവശ്യമായുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും മറ്റെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സും എല്ലാം ഒരു കവറിലിടണം. അതാണ് ഈ പറയുന്ന ഇൻവലപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കവറിലേക്ക് നമ്മൾ ഇടുക. അങ്ങനെ ആ കവറിലിട്ടിട്ട് നമ്മളുടെ ഫ്രം അഡ്രസ്സ് ചെയ്തണം, ദെൻ ടു അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന തിരുവനന്തപുരം, ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം ആ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആ എയർഫോഴ്സിൻ്റെ ആ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്, പിൻകോഡ് സഹിതം കൊടുക്കുക.
എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ എഴുതണം. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ്, LDC ആണെങ്കിൽ LDC എന്ന് കൊടുക്കുക. എന്നിട്ട് ആൻഡ് കാറ്റഗറി എന്നുള്ളത് എഴുതിയിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, ജനറൽ വേക്കൻസിയിലേക്കാണെങ്കിൽ നിങ്ങൾ ജനറലിന് അപ്ലൈ ചെയ്യുക. ഇനി OBC വേക്കൻസിയിലേക്കാണെങ്കിൽ OBC എന്ന് അപ്ലൈ ചെയ്യുക, OBC എന്ന് കൊടുക്കുക. ഇനി SC/ST ആണെങ്കിൽ SC/ST. അങ്ങനെയൊക്കെ ഈ പറയുന്ന പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ കൊടുക്കണം. അത് കൂടാതെ ഇതേ സെയിം പോസ്റ്റൽ കവറിൻ്റെ കൂടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വെക്കുമല്ലോ. അതായത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതേപോലെയുള്ള, നമ്മളിപ്പം പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന ഇതേപോലെയുള്ള ഒരു കവറും പാടെ നമ്മൾ എടുക്കുക. ആ കവറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. ആ കവറിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ടത് നിങ്ങളുടെ അഡ്രസ്സാണ്. നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, പിൻകോഡ് സഹിതം എഴുതാം. ഫുൾ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് എഴുതേണ്ടത്. എഴുതിയിട്ട് ഈ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു 10 രൂപയുടെ സ്റ്റാമ്പും വാങ്ങി ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. എന്നിട്ട് ഈ കവറും പാടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് വേണം അയച്ചു കൊടുക്കാൻ. അത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അപേക്ഷയൊക്കെ റിജക്റ്റ് ആവും. കാരണം അവർക്ക് തിരിച്ച് ഈ പറയുന്ന കോൾ ലെറ്ററൊക്കെ അയക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റൽ കവർ വാങ്ങിയിട്ട് അതിൽ ഈ പറയുന്ന ഫ്രം 1 to ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് LDC എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കാറ്റഗറി ഞാൻ OBC ആണെങ്കിൽ OBC എന്ന് കൊടുക്കുക. OBCയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് ജനറൽ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു കവറും പാടെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡ്രസ്സ് മാത്രം എഴുതുക. എന്നിട്ട് നിങ്ങൾ 10 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിക്കുക. ആ കവറും പാടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് വേണം നമ്മൾ അയച്ചു കൊടുക്കാൻ. ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ അപേക്ഷാ ഫോമും ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് അയച്ചു കൊടുക്കണം. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ സെയിം ഫോട്ടോ പോലെ അതേ സെയിം സൈസിലും ഉള്ള അതേ സെയിം ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരു അഡീഷണൽ ആയിട്ട് 2 ഫോട്ടോ നമ്മൾ അതിലിടുക കേട്ടോ. ആ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് 2 ഫോട്ടോ കൂടെ ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫിക്സ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ, അതേപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് 2 ഫോട്ടോ കൂടെ അതിലിടുക. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ അവർ പിന്നീട് നമ്മൾ അറിയിക്കും. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു എയർഫോഴ്സ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ റീജിയനിൽ തന്നെ എക്സാം നടന്നോളണമെന്നൊന്നുമില്ല. അത് ഇവർ തീരുമാനിക്കുന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയിക്കുന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ മെയിൽ ID അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റലൊക്കെ ആയിട്ടൊക്കെ നമ്മൾ അറിയിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സെയിം ഡേയ്ക്കും എക്സാം ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അതിന് പ്രത്യേക അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് നമ്മുടെ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് ലിങ്ക് തരുമ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് വരുന്നത്. കാരണം ഇന്ത്യൻ എയർഫോഴ്സ് ലോവർ ക്ലർക്ക് എന്നിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഓവർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ ഏറ്റവും താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണോ നിങ്ങൾക്ക് താല്പര്യം അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് എനിക്ക് താല്പര്യമെങ്കിൽ ഇതാണ് അഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ നേരെയും ഓരോന്ന് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതത് അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ബാംഗ്ലൂർ ഉണ്ട്, ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കണം, അത് അയച്ചു കൊടുക്കാം. അപ്പോൾ അത് അയച്ചു കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ ഉറപ്പ് വരുത്തണം ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ജനറൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അവർ റെഡി ആക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്